കൊടുക്കുക എന്നായിരുന്നു യഥാർത്ഥത്തിൽ കേരള ജമാഅത്തുൽ ഉലമയുടെ മുഖപത്രമായ അൽ മുർഷിദ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുവാൻ വേണ്ടി കാര്യങ്ങൾ മാറ്റി പറയും നമുക്ക് മനസ്സിലാക്കും. അതിലപ്പുറം യഥാർത്ഥത്തിൽ വല്ല അർത്ഥവുമുണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയും. ഇത് KM മൗലവി സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിലുള്ള പത്രത്തിലല്ലേ എഴുതിയത്. അദ്ദേഹം കാണാതെ അത് വരികയില്ല. മാത്രമല്ല അദ്ദേഹം തന്നെയാണ് പലപ്പോഴും ഇത് എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ അദ്ദേഹം നടത്തിയ കേരള ജമാഅത്തുൽ ഉലമയുടെ മുഖപത്രമാണ് എഴുതിയത് നമ്രൂദ്, ഫിർഔന്, കൈസർ, കിസ്ര മുതലായവ തകർക്കാനുള്ള അഭൗതികമായ ഉപകരണമാണ്. അതിനുള്ള സന്ദേശമാണ് എന്ത്? ഇസ്ലാം എന്നത്. മർഹൂം KM മൗലവി സാഹിബ് വീണ്ടും എഴുതി, നാം അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാതിരിക്കുക, അവന് യാതൊന്നും പങ്കുചേർക്കാതിരിക്കുക, അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാതിരിക്കുക, അവൻ്റെ ഒന്നും പങ്കുചേർക്കാതിരിക്കുക, അഥവാ ശിർക്ക് ചെയ്യാതിരിക്കുക, നമ്മിൽ ചിലർ മറ്റു ചിലർ റബ്ബുകളാക്കാതിരിക്കുക. ഭരണകാര്യത്തിൽ അള്ളാഹു പറഞ്ഞു, വിധി അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അവനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. അൽ മുർഷിദ് ഭാഗം 4 പേജ് 302. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇത് വളരെ വ്യക്തമാണ്, സംശയരഹിതമാണ് ഈ കാര്യം. എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനല്ലാതെ നിയമനിർമ്മാണാധികാരമില്ല. ഭരണകാര്യത്തിൽ അതാണ് തൗഹീദ് എന്നാണ് പറഞ്ഞത്. വിധി അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് ഭരണകാര്യത്തിൽ അള്ളാഹു പറഞ്ഞു എന്ന്. അവനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ആ ഭരണകാര്യത്തിൽ അള്ളാഹു അല്ലാത്തവർ അനുസരിക്കൽ അവനുള്ള ഇബാദത്താണ്. ഭരണകാര്യത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അനിസ്ലാമികമായ ഭരണകൂടങ്ങൾ അനുസരിക്കുക അവയ്ക്കുള്ള ഇബാദത്താണ്. അതുകൊണ്ടല്ലേ മർഹൂം KM മൗലവി അങ്ങനെ എഴുതിയത്. ഭരണകാര്യത്തിൽ അള്ളാഹു പറഞ്ഞു, വിധി അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അവനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. അതുകൊണ്ട് മർഹൂം KM മൗലവി സാഹിബ് എഴുതിയ ഇത് അനിസ്ലാമികമാണോ? അദ്ദേഹത്തിന് ഇസ്ലാം അറിയുമായിരുന്നില്ലേ? അല്ലെങ്കിൽ KM മൗലവി സാഹിബിനും EK മൗലവി സാഹിബിനും അതുപോലെ അബ്ദുൽ ഖാദർ മൗലവി സാഹിബിനും ഒന്നും മർഹൂം P അബ്ദുൽ ഖാദർ മൗലവി സാഹിബിനൊന്നും ഇസ്ലാമും തൗഹീദും അറിയില്ലെങ്കിൽ പിന്നെ ആരാണ് കേരള നേതൃത്വ മുജാഹിദിൻ്റെ സ്ഥാപക നേതാക്കളായുള്ളത്? ആർക്കാണ് പിന്നെ തൗഹീദ് അറിയുക? ആർക്കാണ് ഇബാദത്ത് അറിയുക? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, യഥാർത്ഥത്തിൽ എന്താണോ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് അതിവിടെ ആദ്യകാല മുജാഹിദ് നേതാക്കൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പിന്നെ അവർ മാറ്റി പറയുകയോ അതല്ലെങ്കിൽ അവർ പറഞ്ഞതിനെ മറ്റു പണ്ഡിതന്മാർ തള്ളി പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജമാഅത്ത് ഇസ്ലാമി അല്ലല്ലോ ഉത്തരവാദി. ജമാഅത്ത് ഇസ്ലാമി എന്നൊരു സംഘടനയെ ശത്രു സംഘടനയായി മുന്നിൽ കണ്ടുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞതിന് അനുരൂപമായി പറഞ്ഞ എല്ലാറ്റിനെയും മാറ്റി പറയുകയാണെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി അല്ല ഉത്തരവാദി. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. ഇനി നിങ്ങൾ ഓർത്തു നോക്കൂ, ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് സത്യം അവരിലൂടെ തന്നെ കാണുവാൻ കഴിയും. കേവലം 10-18 കൊല്ലം മുമ്പ് 1988 സെപ്റ്റംബറിൽ അൽമനാർ മാസിക ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ ലേഖനം അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിക്കിൻ്റേതാണ്. സലഫി പ്രസ്ഥാനം അടിസ്ഥാന സിദ്ധാന്തങ്ങൾ എന്നാണ് ഇതിൻ്റെ ആ ലേഖനത്തെ തലക്കെട്ട്. ആ ലേഖനം വിവർത്തനം ചെയ്ത ആരാണ്? TK മൊഹീദ്ദീൻ ഉമരി അവർകളാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവ് മൊഹീദ്ദീൻ ഉമരി സാഹിബ് ആണ് അത് വിവർത്തനം ചെയ്തത്. ആ ലേഖനം എഴുതിയത് TK മൊഹീദ്ദീൻ ഉമരി എന്നാൾ വിവർത്തനം ചെയ്തെന്ന പ്രഗത്ഭനായ പണ്ഡിതൻ വിവർത്തനം ചെയ്ത അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിക്കിൻ്റെ ലേഖനം അൽമനാർ മാസിക പ്രസിദ്ധീകരിച്ചു. അതിനെക്കുറിച്ച് പിന്നീട് ചോദ്യമുണ്ടായപ്പോൾ അതിൽ പറഞ്ഞ് ശരിയാണെന്നാണ് അൽമനാർ മാസിക മറുപടി പറഞ്ഞത്, അല്ലാതെ അതിൽ പറഞ്ഞത് തെറ്റാണ് എന്നല്ല. പക്ഷേ ആ ലേഖനത്തിൽ എന്താണ് പറഞ്ഞത്? ഞാനിങ്ങനെ വായിക്കാം. ജീവിത വ്യവഹാരങ്ങളിൽ മനുഷ്യൻ എങ്ങനെ വർത്തിക്കണമെന്ന് സംബന്ധിച്ച നിയമനിർമ്മാണത്തിനുള്ള അധികാരം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ലെന്ന വിശ്വാസം. ജീവിത വ്യവഹാരങ്ങളിൽ ദീനീ മതപരമായ കാര്യങ്ങൾ, ആരാധനാ കാര്യങ്ങൾ എന്നല്ല പറഞ്ഞത്. ജീവിത വ്യവഹാരങ്ങൾ, കച്ചവടം, കൃഷി, ഇടപാടുകൾ, സാമൂഹ്യ മര്യാദകൾ, സാംസ്കാരിക നിയമങ്ങൾ, ഈ ജീവിത വ്യവഹാരങ്ങളിൽ നിയമനിർമ്മാണത്തിൻ്റെ അധികാരം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്ന വിശ്വാസമാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു പറഞ്ഞു, അള്ളാഹു യഹ്കും ലാ മുഅഖ്ഖിബ ലിഹുക്മിഹി. അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നു, അവൻ്റെ തീർപ്പിനെ പിന്നാക്കം വെപ്പിക്കുന്ന ഒന്നുമില്ല, ഒരാളുമില്ല. ഇന്നഹുക്കുമില്ലാ സൂറത്ത് യൂസുഫിലെ 40-ാമത്തെ വാക്യം, അതിനു മുമ്പ് ഉദ്ധരിച്ച് സൂറത്തുർ റായിദിലെ 41-ാമത്തെ വാക്യം. തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിനല്ലാതെ ആർക്കുമില്ല. സൂറത്ത് യൂസുഫിലെ ഈ 40-ാമത്തെ വാക്യവും അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് ഉദ്ധരിച്ചു. അദ്ദേഹം അറിയപ്പെടുന്ന സലഫി പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയത് പോലും സലഫികളുടെ തൗഹീദിനെ കുറിച്ചാണ്, സലഫി പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ കുറിച്ചാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, അപ്പോൾ നിയമനിർമ്മാണം അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അള്ളാഹു ഹലാലാക്കിയിട്ടുള്ളതാണ് ഹലാൽ, ഹറാം അള്ളാഹു ഹറാം ആക്കിയതും മാത്രം. മതമാതൃകകളും ജീവിത രീതികളുമെല്ലാം അള്ളാഹു നിയമമാക്കിയിട്ടുള്ളത് മാത്രമാണ്. അവിടെ പ്രത്യേകം വേർതിരിച്ച് പറഞ്ഞു, മതമാതൃകകളും അതോടൊപ്പം ജീവിത രീതികളും എല്ലാം അള്ളാഹു നിയമമാക്കിയത് മാത്രമാണ്.
അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കിക്കൊണ്ടും അവൻ ഹറാമാക്കിയത് ഹലാലാക്കിക്കൊണ്ടും ഭരണാധികാരികളും രാജാക്കന്മാരും നേതാക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ ശരീഅത്തിന് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ തൗഹീദിൻ്റെ അതിർലംഘനവും അള്ളാഹുവോട് പങ്കുചേർക്കലും അവൻ്റെ അധികാരാവകാശങ്ങളെ ചോദ്യം ചെയ്യലുമാണ്. കാര്യം വളരെ വ്യക്തമാണ്. അഥവാ രാജാക്കന്മാരും ഭരണാധികാരികളും നേതാക്കന്മാരും തങ്ങളുടെ അള്ളാഹുവിൻ്റെ ശരീഅത്തിനെതിരെ നടത്തുന്ന എല്ലാ നിയമങ്ങളും അതിക്രമങ്ങളാണ്, തൗഹീദിൻ്റെ അതിർലംഘനമാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ഷിർക്കാണ്. അപ്പോൾ ഭരണരംഗത്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ നിയമം ഉണ്ടാക്കിക്കൊണ്ട് അത് നടപ്പാക്കൽ ഷിർക്കാണ്, അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, അത് അതിക്രമമാണ്, തൗഹീദിന് വിരുദ്ധമാണ്. ഇത് സലഫി പണ്ഡിതനായ അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് പറഞ്ഞതാണ്. ഇന്നത്തെ ഭൂരിപക്ഷം ഭരണാധികാരികളും നേതാക്കളും അള്ളാഹുവിൻ്റെ ഈ അവകാശം കൈയടക്കി വച്ചിട്ടുള്ളവരത്രേ. അള്ളാഹു ഹലാലാക്കിയത് അവർ ഹറാമാക്കിയിരിക്കുന്നു, അവൻ ഹറാമാക്കിയത് ഹലാലാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ സ്വയം നിർമ്മിച്ചുണ്ടാക്കിയ നിയമങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കാലോചിതമല്ലെന്നാണ് അവരുടെ ജൽപ്പനം. അതാണ് ശിക്ഷാ സമ്പ്രദായങ്ങളിലൊക്കെ ഉള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടം വരെ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലുക, അല്ലെങ്കിൽ വ്യഭിചാരിയെ അടിക്കുക, അതുപോലെ കട്ടവൻ്റെ കൈമുറിക്കുക തുടങ്ങിയ ശിക്ഷകളൊക്കെ പ്രാകൃതമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അതാണ് ഇവിടെയും പറഞ്ഞ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കാലോചിതമല്ലെന്നാണ് അവരുടെ ജൽപ്പനം. നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സാക്ഷാത്കരിക്കാൻ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അപര്യാപ്തമാണെന്ന് അവർ വാദിക്കുന്നു. പ്രതാപവും മേൽക്കോയ്മയും ലഭ്യമാക്കാൻ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഉതകുകയില്ലെന്ന് അവർ പറയുന്നു. ഇത്തരം അക്രമികൾക്ക് ഈമാനുണ്ടെന്ന് സമ്മതിക്കുന്നത് ഈമാനിന് നേരെയുള്ള കയ്യേറ്റവും അള്ളാഹുവിലുള്ള അവിശ്വാസവുമാണ്. ഇത്തരം നിയമം ഉണ്ടാക്കലല്ല, ആ നിയമത്തെ അനുസരിക്കലല്ല, അവർക്ക് അത് അനുസരിക്കാം അവർക്ക് എന്ന് പറയുന്നവർക്ക് പോലും ഈമാനിലാണ്. അവിടെ ഈമാൻ പോലും അവർക്ക് ഈമാനുണ്ടെന്ന് പറയൽ പോലും അവിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എതിർത്തുകൊണ്ട് തങ്ങളുടെ മേൽക്കോയ്മയെ സ്ഥാപിച്ച് സ്വയം നിർമ്മിച്ച നിയമങ്ങളാണ് ഇന്ന് ഭൂരിപക്ഷം ജനങ്ങളും അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പരിതാപകരം തന്നെ. അധിക ജനങ്ങളും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വരാൻ ജനങ്ങളുടെ നിയമമാണ് അനുസരിക്കുന്നത് പരിതാപകരമാണ്. അതോടൊപ്പം നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും തങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു അവർ. സലഫി പ്രസ്ഥാനം ജിഹാദാണ്. അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ സത്യത്തെ അതിൻ്റെ ശരിയായ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ജിഹാദ്, ദീൻ അള്ളാഹുവിന് മാത്രം ആക്കുന്നതിന് വേണ്ടി സമുദായത്തെ ഈ വമ്പിച്ച ഷിർക്കിൽ നിന്നും അതകപ്പെട്ടു പോയിട്ടുള്ള വ്യക്തമായ കുഫ്രിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ വാക്യം അത്യുന്നതമാക്കുന്നതിന് വേണ്ടി, അവിശ്വാസികളുടെ വാക്യം നിന്ദമാക്കുന്നതിന് വേണ്ടിയും നിയമനിർമ്മാണാധികാരവും തീർപ്പ് കൽപ്പിക്കുവാനുള്ള അവകാശവും അള്ളാഹുവിന് മാത്രമായിരിക്കുമ്പോഴേ മേൽക്കാര്യങ്ങളെല്ലാം ജനജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. നിയമനിർമ്മാണാധികാരം അള്ളാഹുവിനായിരിക്കണം എന്നർത്ഥം. തീർപ്പടിപ്പിക്കാൻ അവകാശം അള്ളാഹുവിനായിരിക്കണം, അഥവാ ഹുക്കുമ് എന്നുള്ള അധികാരം അള്ളാഹുവിനായിരിക്കണം. അപ്പോഴേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അഥവാ ഖുർആനും തിരുസുന്നത്തിൽ നിന്നും അവ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം മുന്നിൽ കണ്ടുകൊണ്ട് അതത് കാലഘട്ടത്തിൽ ഇമാമുകൾ നടത്തുന്ന ജിഹാദിൽ നിന്നുമായിരിക്കണം നിയമങ്ങൾ കണ്ടെത്തുന്നത്. പ്രസംഗങ്ങളിലൂടെയും പ്രബോധനത്തിൻ്റെ മറ്റു മാധ്യമങ്ങളിലൂടെയും ത്യാഗപൂർണമായ ജിഹാദിലൂടെയും ഈ ഷിർക്കിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. ഏത് ഷിർക്കിന്ന്? രാഷ്ട്രീയ ഷിർക്കിന്ന്, ഭരണ ഷിർക്കിന്ന്. ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാരനോ ഇഖ്വാൻ മുസ്ലിംകാരോ എഴുതിയതല്ല, സാക്ഷാൽ സലഫി പണ്ഡിതൻ എഴുതിയതാണ്. സലഫികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഖ്യ പ്രശ്നമത്രേ ഇത്. അൽ മനാർ മാസിക വാള്യം 36 ലക്കം 3 പേജ് 12 മുതൽ 14 വരെ. അതേ ലേഖനത്തിൽ തന്നെ വീണ്ടും എഴുതുന്നു, അള്ളാഹുവിൻ്റെ വിശേഷങ്ങളിൽ നാമങ്ങളിൽ നടത്തപ്പെടുന്ന ദുർവ്യാഖ്യാനങ്ങൾ ചിലത് ഷിർക്കും കുഫറുമായി പോകുമെന്ന് അവർ വിശ്വസിക്കുന്നു. അള്ളാഹു അവതരിപ്പിച്ചില്ലാത്തൊരു വിധി ഒരാൾ നടപ്പാക്കിയാൽ അവൻ കാഫിറായി പോകുമെന്നും അവർ വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ അവലംബമാക്കാതെയും അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാതെയും മനുഷ്യരുടെ ഭൗതിക കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ ഒരുത്തന് അവകാശമുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുകയും വ്യക്തമായ ഷിർക്കിൽ അകപ്പെടുകയും ചെയ്ത് തന്നെ. ഒന്നുകൂടി ആവർത്തിച്ച് വായിക്കേണ്ടതുണ്ട്, അത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് വായിക്കണം. അതിതാണ്, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ അവലംബമാക്കാതെയും, ഇന്ത്യയിൽ അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ അവലംബമാക്കുന്നില്ലല്ലോ, അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്നില്ലല്ലോ, മനുഷ്യരുടെ ഭൗതിക കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ ഒരുത്തിന് അവകാശമുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ, ദീനും ദുന്യാവും രണ്ടാണ്. ദുന്യാവിൻ്റെ കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താൻ ജനങ്ങൾക്ക് അധികാരമുണ്ട്. അതാൻതുമാലും ഈ ഒരു ദുന്യാക്കും, നിങ്ങളുടെ ദുന്യാവിൻ്റെ കാര്യം നിങ്ങൾക്കാണ് കൂടുതൽ അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ നിയമനിർമ്മാണത്തിന് അധികാരം ജനങ്ങൾക്കാണെന്ന് ആരെങ്കിലും പറഞ്ഞ് വിശ്വസിച്ചാൽ അവൻ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുകയും വ്യക്തമായ ഷിർക്കിൽ അകപ്പെടുകയും ചെയ്ത് തന്നെ എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് എന്ന സലഫി പണ്ഡിതനാണ്. അത് വിവർത്തനം ചെയ്തത് TK മൊഹിദ്ദീൻ ഉമരി സാഹിബാണ്. അത് പ്രസിദ്ധീകരിച്ചത് മുജാഹിദികളുടെ മുഖപത്രമായ അൽ മനാറാണ്. അത് ഇന്നോളം തിരുത്തിയിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. അള്ളാഹു പറയുന്ന ഇപ്രകാരമാണ്, ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. വേണ്ട, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം,